മടപ്ലാതുരുത്ത് മുകുന്ദപുരം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം.ടി. ജൂസ സ്മാരക കാവ്യസായാഹ്നം നടത്തി. കെ.വി. അനന്തൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സി.പി. പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. വി.ആർ. നോയൽ രാജ്, ജോജോ മനക്കിൽ എന്നിവർ സംസാരിച്ചു. പ്രിയങ്ക പവിത്രൻ കൂറ്റനാട്, പ്രഭ ദാമോദരൻ, അജിത്ത് പുത്തൂർ, മേരി തോമസ്, മോഹൻ ചെറായി, സരസൻ എടവനക്കാട്, ഹൻസ അശോക്, ഗീത മേലെടുത്ത്, കവിത ബിജു, കെ. ബാബു മുനമ്പം, ഹവ്വ ടീച്ചർ, വേലു ടി. കെ. എസ്. പുരം, സുബ്രഹ്മണ്യൻ കൂവപ്പറമ്പിൽ, ഷെറിന സിദ്ദിഖ്, മുരളീധരൻ ആനാപ്പുഴ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. സ്വർഗത്തിലേക്ക് പറന്നു മറഞ്ഞിത വിശ്വൈക ശാന്തിതൻ വെൺപിറാവ്, എങ്ങും സമാധാന ദൂതുമായെത്തിയ സ്നേഹസ്വരൂപനാം പൂമ്പിറാവ്. ഒരു കുഞ്ഞു തെച്ചിയായി കണ്ടു ഞാൻ അച്ഛന്റെ ചിത്രം. വിരിയുവാൻ കൊതിക്കുന്ന പൂവിനറിയുമോ, നാളെ പൂവും പൊഴിയുമെന്ന്. ചിലർ നെയ്ത വലകളിൽ ചോരയാൽ ആനന്ദ നൃത്തമാടി കളിക്കുന്നോനവൻ. മലയാളമേ നിന്നെറുകയിൽ സൂര്യതാപമുയരുന്ന നേരത്ത് നീഹാരബിന്ദുക്കളേക മനമോടെ ഉരുകി ഒലിച്ച് നീർച്ചോലയായി തുള്ളി തിമിർത്തൊഴുകുമ്പോൾ കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം. തേടിയതൊക്കെ നേടിയമർന്നാൽ, തേടിയതൊക്കെ നേടിയമർന്നാൽ, ഞൊടിയിട കൊണ്ടതു തിന്നു തിമിർത്താൽ. ആദ്യം അടച്ചിരുന്നു, അടുക്കളവാതിൽ അവസാനവും. അന്ന് അടുക്കളയിൽ നിന്ന് സ്നേഹം ഒഴുകിയിരുന്നു. ഊൺമേശയെന്നോ പൂമുഖമെന്നോ വേർതിരിവില്ലാതെ ഒഴുകിയെത്തിയിരുന്നു. ശിരകളിൽ നുരയുന്നു ലഹരിയുടെ ഉന്മാദം, ചിന്തയെ ചിതൽ നിന്നു പാഴ്മരമാകുന്നു. വിരാഡംബരയാചാരങ്ങൾ നിർത്തലാക്കാൻ പരിശ്രമിച്ചും ഗസയിലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനും നിങ്ങൾ പ്രാണപ്രദീപ്തമായി അവികല കാവ്യ വിരാജിതരായി നിങ്ങൾ തുള്ളിക്കളിച്ചു നടന്നു നീ തെരുവിതിൽ, ഉള്ളിലെ നോവ് പറഞ്ഞിടാതെ. ഒരു നാട്ടിൽ ഒരുമിച്ചു കഴിയുമ്പോൾ എങ്കിലും നമ്മൾ ഇന്ന് പരിചിതർ. കണ്ടാൽ ചിരിക്കുന്നു, സ്നേഹം നടിക്കുന്നു. നെടുവീർപ്പുകൾ വീണുടയുന്ന നീളൻ വരാന്തയിൽ നൊമ്പരത്തെ കൂട്ടിപ്പിടിച്ച് അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ കാതോർത്തിരിക്കുമ്പോൾ ഒന്ന് കാതോർത്തു നോക്കൂ. അച്ഛന് വിടന്റെ കടലമ്മേ, കാലത്തെഴുന്നേറ്റാൽ 1000 മുത്തം തന്നുകൊണ്ടെന്നെയുണർത്തുന്ന എന്തച്ഛന് വിടന്റെ കടലമ്മേ. ഉടയത്തൂർ മലയത്തഴുകും കുളിർജലമൊഴുകുമൊരാറ്, ഇലവീഴ പൂഞ്ചിറ തന്നോട് കഥ പറയുന്നൊരു കാഞ്ഞാറ്. കവിതാ അവതരണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷെറിന സിദ്ദിഖിന് സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ റീത ജോസഫ് എന്നിവർ ചേർന്ന് എം.ടി. ജൂസ സ്മാരക പുരസ്കാരം നൽകി.